ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് പറയാം മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഇതുവരെ അക്കൗണ്ടൻസിൽ ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് നിങ്ങൾ ബാക്കി പഠിച്ചാൽ മതി കേട്ടോ. കാരണം ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു 90% മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് നിങ്ങൾ ബാക്കി പഠിച്ചാൽ മതിയാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുന്നേ ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി അവസാനം വരെ ഒരു മാസത്തെ മെഗാ റിവിഷൻ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഫെബ്രുവരി 1 അത് സ്റ്റാർട്ട് ചെയ്യും. ഒരു സബ്ജക്റ്റിന് 299 രൂപയാണ് ഫീ വരുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. പ്രത്യേകിച്ച് +2കാർ. കാരണം +2കാർക്ക് മാർച്ച് 14 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട്. ഈ ഒരു മാസം നമ്മുടെ കൂടെ നിന്ന് പഠിച്ച് 2 ആഴ്ച ഒന്ന് റിവൈസ് ചെയ്താൽ ഇനിയായാലും നിങ്ങൾ പഠിച്ചാൽ മതി മക്കളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന നമ്മുടെ ക്ലാസ് ഈ വരുന്ന ഫെബ്രുവരി 1 സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ പിള്ളേർ ഫീസ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഫീ അടച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. +2 അക്കൗണ്ടൻസിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്തതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ എന്തായാലും ചോദ്യം ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 2 രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ മാസത്തിലും പൈസ വിഡ്രോ ചെയ്യുന്നതും അതല്ലാതെ പല മാസത്തിൽ പല സമയത്തായിട്ട്, അതായത് നമ്മളതിനെ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ആ പ്രോഡക്റ്റ് മെത്തേഡ് വരുന്നതും ഉണ്ട്. അപ്പോൾ എങ്ങനെ വന്നാലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഒരു ചോദ്യം നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. സോ അത് നിങ്ങൾ എന്തായാലും പഠിക്കണം. പിന്നെ അതിനുശേഷം നിങ്ങൾ പഠിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ ആണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ ഒന്നെങ്കിൽ റിട്ടയർമെൻറ്റിൽ നിന്ന് ചോദിക്കും, അല്ലെങ്കിൽ അഡ്മിഷനിൽ നിന്ന് ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരിക? ക്വസ്റ്റ്യൻ വരുന്നത് ഈ രീതിയിലായിരിക്കും. അവരുടെ ഓൾഡ് റേഷ്യോ തരും, ഫേമിൻ്റെ മൊത്തം ഗുഡ് വില്ല് തരും, എൻ്റെ ഇന്ന ആൾ റിട്ടയർഡ് ആകുന്നു എന്ന് പറയും. എന്നിട്ട് നമ്മളോട് ഗുഡ് വില്ലിൻ്റെ എൻട്രി എഴുതാൻ പറയും. ഒട്ടും വിഷമിക്കേണ്ട, ഇതിൻ്റെ ആൻസേഴ്സിൻ്റെ എല്ലാം വീഡിയോസ് പുറകെ വരുന്നുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും ഇനി ഇതിൻ്റെ ആൻസേഴ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് നമ്മൾ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് ഇത് കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിർബന്ധമായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു തിയറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ 2 മെത്തേഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും ചോദിക്കും. അപ്പോൾ അതെന്തായാലും പഠിക്കണം. പിന്നെ ഉറപ്പായിട്ടും വരുന്ന ഒരു ജേർണൽ എൻട്രിയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസിൻ്റെ, ഇത്ര പ്രോഫിറ്റ് ഉണ്ട്, ഇത്ര ലോസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ജേർണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ട് ചോദിക്കും. പിന്നെ 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റിയലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ നമ്മൾ പഠിക്കണം, അത് വേറെ കാര്യം. ബട്ട് റിയലൈസേഷൻ്റെ എൻട്രീസ് എടുത്തെടുത്ത് ചോദിക്കും. അപ്പോൾ അതിലൊരു 10-12ഓളം ഇമ്പോർട്ടൻറ്റ് ജേർണൽ എൻട്രീസ് വരുന്നുണ്ട്. അതെന്തായാലും പഠിക്കണം. പിന്നെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ ജേർണൽ എൻട്രി നമ്മളോട് ചോദിക്കുന്നത് ഇതുപോലെ തന്നെ ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ടിട്ടാണ്. പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത് അഡ്മിഷനിലെ ഗുഡ് വില്ലിൻ്റെ എൻട്രീസ് വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കും. സോ പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ആണ്. ക്വസ്റ്റ്യൻസ് ഏകദേശം ഇതേപോലെ ഇരിക്കും. എന്നിട്ട് നമ്മളോട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഒന്ന് ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ. അതുപോലെ തന്നെ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് എങ്ങനെയൊക്കെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കും. 3 രീതിയിലാണ് കൊടുക്കുക. 1 ക്യാഷായിട്ട് കൊടുക്കും, 2 ലോണായിട്ട് കൊടുക്കും, 3ാമത്തേത് കുറച്ച് ക്യാഷും ബാക്കി ലോണും ആയിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് റിവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാനും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാനും ബാലൻസ് ഷീറ്റ് വരയ്ക്കാനും, അതുപോലെ തന്നെ റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്. ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൂടുതലും ഈ 2 ചോദ്യം വരാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും, പഠിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തിയറി ക്വസ്റ്റ്യൻ ആണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഗുഡ് വില്ലിൻ്റെ
ട്രീറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡുമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും, അതുപോലെ തന്നെ ഒരു പാർട്ട്ണറുടെ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് ഈ സമയത്ത് വരുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മളോട് മേ ബി എഴുതാൻ പറഞ്ഞേക്കാം. ഇത് കൂടാതെ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട്. അത് അത്രയും അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഒന്നെന്ന് പറയുന്നത് ഈ ഡിസൊല്യൂഷൻ്റെ സമയത്ത് നമ്മുടെ ഫേം അസറ്റുകളൊക്കെ വിൽക്കുമല്ലോ. അപ്പോൾ ആ അസറ്റൊക്കെ എങ്ങനെ വേണം ആപ്ലിക്കബിൾ ആകുന്നത്, എങ്ങനെ വേണം യൂസ് ചെയ്യാൻ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. ആപ്ലിക്കേഷൻ ഓഫ് അസറ്റ്സ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് നമ്മൾ എങ്ങനെ വേണം ലോസസ് ട്രീറ്റ് ചെയ്യാൻ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇൻക്ലൂഡ് ആകാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്, വിച്ച് മീൻസ് അത് അത്ര അങ്ങോട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നും പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ വരുന്ന കുറച്ച് കണ്ടൻസും പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആകുമ്പോൾ അതിൽ എന്തൊക്കെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യനിൽ റിപ്പറ്റേറ്റീവ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ അതും പഠിക്കണം. സോ ഏറ്റവും പ്രധാനപ്പെട്ട 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി കേട്ടോ. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്